കണ്ണൂരിന് പുറമെ തിരുവനന്തപുരത്തും സിപിഎമ്മിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദം. വഞ്ചിയൂരിൽ കൊല്ലപ്പെട്ട സിപിഎം പ്രവർത്തകൻ വിഷ്ണുവിന്റെ കുടുംബത്തിനായി പിരിച്ച രക്തസാക്ഷി ഫണ്ട് വകമാറ്റിയെന്നാണ് ആക്ഷേപം. ആരോപണ വിധേയനെ പാർട്ടി പദവി നൽകിയതിൽ പ്രതിഷേധിച്ച വിഷ്ണുവിന്റെ സഹോദരൻ പാർട്ടി വിട്ടു. ആരോപണ വിധേയനായ മുൻ ലോക്കൽ സെക്രട്ടറി ടി രവീന്ദ്രന് പദവി നൽകിയത് മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ടാണെന്നും വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് ആരോപിച്ചു. 2008 വഞ്ചിയൂരിൽ കൊല്ലപ്പെട്ട സിപിഎം പ്രവർത്തകൻ വിഷ്ണുവിന്റെ കുടുംബത്തെ സഹായിക്കാൻ 10 ലക്ഷം രൂപയാണ് പാർട്ടി പിരിച്ചത്. ഇതിൽ 5 ലക്ഷം വിഷ്ണുവിന്റെ കുടുംബത്തിന്റെ അക്കൗണ്ടിലും 5 ലക്ഷം പാർട്ടിയുടെ അക്കൗണ്ടിലും നിക്ഷേപിച്ചു. പാർട്ടി അക്കൗണ്ടിലിട്ട തുകയിൽ നിന്ന് ഫണ്ട് വകമാറ്റിയെന്ന് പിന്നീട് കണ്ടെത്തി. ഇതേ തുടർന്ന് അന്നത്തെ ലോക്കൽ സെക്രട്ടറിയായിരുന്ന ടി രവീന്ദ്രനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചു. എന്നാൽ രവീന്ദ്രന് CITU ജില്ലാ സെക്രട്ടറി പദം നൽകിയെന്നാണ് ആക്ഷേപം. രവീന്ദ്രന് പദവി നൽകിയതിന് പിന്നിൽ മന്ത്രി വി ശിവൻകുട്ടിയാണെന്ന് വിനോദിന്റെ ആരോപണം. രക്തസാക്ഷി ഫണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് തൊടുന്ന ഒരാളെ ഏത് പ്രസ്ഥാനമാണെങ്കിലും പാർട്ടിയിൽ പിന്നെ ഉണ്ടാവും. ഈ പാർട്ടി ഫണ്ട് വകമാറ്റിയ ആളിനെ CITUവിന്റെ ജില്ലാ സെക്രട്ടറി ആക്കുക എന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. വല്ലാത്ത വിഷമത്തിൽ നിൽക്കുന്ന സമയത്താണ് കുഞ്ഞികൃഷ്ണ സഖാവിന്റെ ഒരു പ്രതികരണം വന്നത്. അപ്പോൾ ഇപ്പോൾ അതൊരു ആപ്റ്റ് ടൈമാണെന്ന് തോന്നിയുകൊണ്ട് പറഞ്ഞതാണ്. എന്നാൽ ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടില്ലെന്നും നടപടി നേരിട്ട രവീന്ദ്രന് പാർട്ടി പുതിയ പദവി നൽകിയിട്ടില്ലെന്നുമാണ് CPIM വിശദീകരണം. പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പേരിൽ 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു നടപടി സ്വീകരിച്ചിരുന്നു. പക്ഷെ അയാൾ ആ സമയത്തും CITU ഹെഡ്ലോഡിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നു. അത് തുടരുകയാണ് ചെയ്തത്. പുതിയ ഒരു സ്ഥാനം അയാൾക്ക് കൊടുത്തിട്ടില്ല. 2008 ഏപ്രിൽ 1 വഞ്ചിയൂർ ബ്രാഞ്ച് അംഗമായിരുന്ന വിഷ്ണു കൊല്ലപ്പെട്ടത്. RSS പ്രവർത്തകരായിരുന്നു കേസിലെ പ്രതികൾ. പിന്നീട് പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.